സോം 100 ബക്കറ്റ് ലിസ്റ്റ് ഓഫ് ദി ഡെഡ് എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാമത്തെ പാർട്ടാണ് ഈ വീഡിയോ. ആദ്യ വീഡിയോ കാണാത്തവർ തീർച്ചയായും അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് വേഗം കഥയിലേക്ക് കടക്കാം. തലനാരിഴയ്ക്ക് ആ സോംബികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കെഞ്ചോയും അക്കീരയും റൂഫ് ടോപ്പിലെത്തുന്നു. അവിടെ നിന്നും അവർ ഒരു റെസ്റ്റോറന്റിലേക്ക് ചെന്ന് അവിടെയുള്ള സാധനങ്ങൾ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് ബിയറും കുടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് കെഞ്ചോ അക്കീരയുടെ ബക്കറ്റ് ലിസ്റ്റ് ബുക്ക് കാണുന്നു. അതിൽ കെഞ്ചോയോട് ക്ഷമ ചോദിക്കണമെന്ന് എഴുതിയത് കണ്ട് കെഞ്ചോ വളരെയധികം ഇമോഷണൽ ആവുന്നു. അല്ലടാ, 100 ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ 10-12 കാണുന്നുള്ളൂ എന്ന് കെഞ്ചോ അക്കീരയോട് ചോദിക്കുന്നു. എനിക്ക് ആഗ്രഹങ്ങൾ തോന്നുന്നതനുസരിച്ച് ഞാൻ അതിലേക്ക് എഴുതുകയാണ് ചെയ്യുന്നത്. ഏതായാലും അടുത്തത് എന്താണ് എഴുതേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് ഒരു സൂപ്പർ ഹീറോ ആവണം. സൂപ്പർ ഹീറോയാ? അതിന് എനിക്ക് സൂപ്പർമാനെയും സ്പൈഡർമാനെയും പോലെ പറക്കാനൊക്കെ പറ്റുക. പിന്നെ എങ്ങനെ സൂപ്പർ ഹീറോ ആവാൻ? അതിന് പറക്കൊന്നും വേണ്ട ബ്രോ. ഈ സോംബികളിൽ നിന്ന് ഞാൻ ജനങ്ങളെ രക്ഷിക്കും. അങ്ങനെ ജനങ്ങളുടെ സൂപ്പർ ഹീറോ ആവും എന്ന് പറഞ്ഞ് അക്കീര അത് അവന്റെ ബക്കറ്റ് ലിസ്റ്റിലേക്ക് എഴുതുന്നു. ശേഷം ഇരുവരും അവിടെ റിലാക്സ് ചെയ്ത് സംസാരിക്കുന്നതിനിടയിൽ അക്കീര ഒരു ആർട്ടിക്കിൾ വായിക്കുന്നു. അവിടെ അടുത്തുള്ള ഒരു അക്കീറയത്തിൽ സ്രാവ് കടിച്ചാൽ പോലും മുറിയാത്ത ഒരു പ്രൊട്ടക്റ്റീവ് സ്യൂട്ട് ഉണ്ട്. അതിനെക്കുറിച്ചായിരുന്നു ആ ആർട്ടിക്കിൾ. ആ സ്യൂട്ട് ഇട്ടാൽ പിന്നെ സോംബിയൊന്നും ഒരു പ്രശ്നമേ അല്ല. ഞാൻ അതിട്ട് എല്ലാവരെയും രക്ഷിക്കും. അങ്ങനെ ഞാൻ സൂപ്പർ ഹീറോ ആവും എന്ന് പറഞ്ഞ് അക്കീര കെഞ്ചോയെയും കൂട്ടി അവിടേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അതിനു പറ്റിയ ഒരു നൈസ് വണ്ടിയും നടു റോഡിൽ വെച്ച് തന്നെ അവർക്ക് കിട്ടുന്നു. പോകുന്നതിന് മുമ്പ് ആവശ്യമായ സാധനങ്ങൾ എടുക്കാൻ അവർ ഒരു ഷോപ്പിലേക്ക് ചെല്ലുന്നു. എടിയും പൈസ കൊടുക്കണ്ടല്ലോ, കയറി ചെന്നങ്ങ് എടുത്താൽ പോരെ. ആ സമയത്ത് പുറത്ത് നിറയെ ആൾക്കാരുമായി ഒരു ബസ് ആ സിറ്റിയിലേക്ക് വരുന്നു. വണ്ടിയുടെയും ആൾക്കാരുടെയും ശബ്ദം കേട്ടതോടെ വെറിപൂണ്ട സോംബികൾ പാഞ്ഞെടുത്ത് അവരെ ഓരോരുത്തരെയായി കടിച്ചു പറിക്കാൻ തുടങ്ങി. ഉടനെ അക്കീര മുന്നിലേക്ക് ചെന്ന് എല്ലാവരോടും അവന്റെ അടുത്തേക്ക് വരാൻ കൈ കാണിക്കുന്നു. അത് കണ്ട് 2 പെൺകുട്ടികളും ആ ബസിന്റെ ഡ്രൈവറും അങ്ങോട്ട് ഓടി വരുന്നു. കെഞ്ചോ ആ ഷോപ്പിന്റെ ഷട്ടർ പകുതി ഉയർത്തി അവരെ 3 പേരെയും അതിനുള്ളിലേക്ക് കയറ്റുന്നു. ഇതേസമയം ഒരു പെണ്ണ് ആ സോംബികളോടൊപ്പം മാരക ഫൈറ്റ് ചെയ്യുന്നത് കണ്ട അക്കീര ഇതാരാണപ്പ എന്ന് അത്ഭുതത്തോടെ എത്തി നോക്കിയപ്പോൾ അത് നമ്മുടെ ഷിസൂക്കയായിരുന്നു. സോംബികളോടൊപ്പം ഏറെ നേരം പിടിച്ചു നിൽക്കാൻ അവൾക്ക് സാധിച്ചില്ല. 100 കണക്കിന് വെറിപൂണ്ട സോംബികൾ അലറിയടുത്തപ്പോൾ അവൾ പതറിപ്പോയി. ഉടനെ അക്കീര അവളോട് അവരുടെ അടുത്തേക്ക് വരാൻ വിളിച്ചു പറയുന്നു. ഷിസൂക്കയും വേഗം തന്നെ അവരുടെ അടുത്തേക്ക് കുതിക്കുന്നു. പിന്നാലെ കൊലവെറിയോടെ എണ്ണമറ്റ സോംബികളും ഓടി ഓടി അവളും ഷോപ്പിനുള്ളിലേക്ക് കയറുന്നു. ഒപ്പം തന്നെ കെഞ്ചോയും അക്കിരയും ഉള്ളിലേക്ക് ചാടി കയറി ഷട്ടർ താഴ്ത്തുന്നു. പറയുന്നു. പക്ഷെ അവർക്ക് പിന്നിൽ അപകടം പതിയിരിക്കുന്നുണ്ടെന്ന് അവരപ്പോൾ മനസ്സിലാക്കിയിരുന്നില്ല. അവർക്കൊപ്പം ഓടിക്കേറിയ ഡ്രൈവർക്ക് സോംബിയുടെ കടിയേറ്റിരുന്നു. പക്ഷെ അയാളത് മറ്റുള്ളവരോട് പറയാതെ മറച്ചുവെക്കുന്നു. അല്പം കഴിഞ്ഞ് ഉള്ളിലേക്ക് വന്ന 2 പെൺകുട്ടികളിലെ അവർ അവിടെ ഉണ്ടായിരുന്ന വൈൻ ബോട്ടിലെടുത്ത് കുടിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഷിസൂക്ക ആരെങ്കിലും ഷട്ടറിനടുത്ത് കാവലുണ്ടാവണം, ഞാൻ പോയി നിന്നോളാം എന്ന് പറഞ്ഞു പോകുന്നു. തുടർന്ന് കെഞ്ചോയും ആ ഗേൾസിനോടൊപ്പം വൈൻ കുടിക്കാൻ തുടങ്ങി. അക്കീര അവരുടെ കുടിയും നോക്കി അവിടെ കൂടെ ഇരിക്കുന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് കെഞ്ചോ ഗേൾസിനോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റ് അറ്റൻഡേഴ്സ് ആണെന്ന് അവർ മറുപടി പറയുന്നു. അത് കേട്ടതും അക്കീര ഭയങ്കര ഹാപ്പിയായി. എന്താന്ന് വെച്ചാൽ ഫ്ലൈറ്റ് അറ്റൻഡേഴ്സിനോടൊപ്പം കുടിക്കണമെന്നുള്ളത് അവന്റെ ബക്കറ്റ് ലിസ്റ്റിലെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോഴേക്കും കെഞ്ചോ ആ 2 പെൺകുട്ടികളെയും സെറ്റ് ചെയ്ത് അവരെയും കൂട്ടി എൻജോയ് ചെയ്യാൻ പോകുന്നു. അത് കണ്ട് അക്കീര ഇത്രയും സൗന്ദര്യം ഉണ്ടായിട്ട് എനിക്കൊന്നും സെറ്റ് ആവുന്നില്ലല്ലോ എന്ന് തലയിൽ കൈവച്ച് പിറുവിറുക്കുന്നു. ആ സമയത്ത് ഷിസൂക്ക അങ്ങോട്ടേക്ക് വരുന്നു. ഒറ്റയ്ക്ക് പിറുവിറുക്കുന്ന അക്കീരയെ കണ്ട് അവള് അവനോട് സംസാരിക്കുന്നു. ആ സമയത്ത് വൈനടിച്ച് പാമ്പായ ആ ബസ് ഡ്രൈവർ പൂർണ്ണമായും ഒരു സോംബിയായി മാറി എഴുന്നേൽക്കുന്നു. അത് കണ്ടതും ഷിസൂക്കയും അക്കീരയും അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് ഓടുന്നു. ഇതേസമയം തൊട്ടപ്പുറത്ത് നമ്മുടെ കെഞ്ചോയും മറ്റേ 2 പെമ്പിളറും എയർ ഹോസ്റ്റസിന്റെ വേഷമൊക്കെ ഇട്ട് ആർമാദിക്കുകയായിരുന്നു. കെഞ്ചോയുടെ രസച്ചരട് പൊട്ടിക്കാനായിട്ട് ഡ്രൈവർ സോംബി അങ്ങോട്ടേക്ക് വന്ന് ആ 2 ഗേൾസിനെയും കട്ടിച്ചു പറിക്കുന്നു. പാവം കെഞ്ചോ ആ കാഴ്ച കണ്ട് നിലവിളിച്ചു പോയി. കൂട്ടുകാരന്റെ നിലവിളി കേട്ട അക്കീര വാ നമുക്ക് പോയി അവനെ രക്ഷിക്കാം എന്ന് ഷിസൂക്കയോട് പറയുന്നു. എനിക്ക് എന്റെ ജീവനാണ് വലുത്, അല്ലാതെ വല്ലവനെയും രക്ഷിക്കാൻ പോയിട്ട് പണി വാങ്ങാൻ ഞാനില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇതേസമയം കെഞ്ചോ ഒരു തൂണിന് പിറകിൽ മറഞ്ഞു നിൽക്കുകയാണ്. ആ സോംബി അവന്റെ അടുത്ത് വന്ന് മണപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. കെഞ്ചോ പേടിച്ച് വിറച്ച് ശബ്ദമുണ്ടാക്കാതെ വായ പൊത്തി നിൽക്കുന്നു. ആ സമയത്ത് അക്കീര ഒരു പാട്ടയെടുത്ത് ദൂരേക്ക് വലിച്ചെറിയുന്നു. ആ ശബ്ദം കേട്ട ഉടനെ തന്നെ സോംബി അതിനടുത്തേക്ക് പോകുന്നു. അങ്ങനെ അക്കീര ശബ്ദമുണ്ടാക്കാതെ കെഞ്ചോയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇതേസമയം നമ്മുടെ ഷിസൂക്ക അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ആ കടയുടെ ഷട്ടർ തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അവളെ കൊണ്ട് അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ആ സോംബികൾ അവളുടെ അടുത്തേക്ക് ചീറിയെടുത്തു. പക്ഷെ പുള്ളിക്കാരി നല്ല ഫൈറ്റർ ആണല്ലോ, അതുകൊണ്ട് തന്നെ ആ സോംബികളെ അവൾ അറഞ്ചം പുറഞ്ചും തല്ലുന്നു. പക്ഷെ സോംബികൾ വിടുന്ന ലക്ഷണമില്ല. അവറ്റകൾ അവളെ ചുറ്റി വളഞ്ഞിരിക്കും. ഈ സമയത്ത് അക്കീരയും കെഞ്ചോയും വന്ന് അവിടെ നിന്ന് പുറത്തു കിടക്കുന്നതിന് വേണ്ടി ആ ഷട്ടർ തുറക്കാൻ നോക്കുന്നു. ആ സമയത്താണ് നായിക സോംബികളുടെ ഇടയിലാണെന്ന് മനസ്സിലായത്. ഉടനെ തന്നെ ഷിസൂക്കയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കെഞ്ചോയോട് അവിടെ ഉണ്ടായിരുന്ന പടക്കങ്ങളും പൂത്തിരികളും എടുത്ത് കത്തിക്കാൻ പറയുന്നു. കെഞ്ചോ അതുപോലെ തന്നെ ചെയ്യുന്നു. അതോടെ ശബ്ദം കേട്ട സോംബികൾ ഷിസൂക്കയെ വിട്ട് പടക്കത്തിനും പൂത്തിരിക്കും പിന്നാലെ പോകുന്നു. കൃത്യസമയത്ത് തന്നെ അക്കീര പിന്നിലൂടെ ചുറ്റി വന്ന് നായികയെയും കൂട്ടി അവിടെ നിന്ന് ഷട്ടറിനടുത്തേക്ക് പോകുന്നു. അങ്ങനെ അവർ മൂവരും ചേർന്ന് ആ ഷട്ടർ തുറന്ന് പുറത്തു കിടക്കുന്നു. പിന്നാലെ തന്നെ ആ സോംബികളും പുറത്തേക്ക് വരുന്നു.
നേരത്തെ അക്കീരയും കെഞ്ചോയും ഒരു വാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞില്ലേ, അവർ രണ്ടുപേരും വേഗം തന്നെ ആ വാനിലേക്ക് കയറുന്നു. പക്ഷേ ഷിസോയ്ക്ക് അവരോടൊപ്പം പോകാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവളും അവരോടൊപ്പം കയറുന്നു. അങ്ങനെ അവർ മൂവരും അവിടെ നിന്ന് പുറപ്പെടുന്നു. സോംബികളിൽ കുറെ എണ്ണം ആ വണ്ടിക്ക് പിന്നാലെ പോകുന്നുണ്ട്. പോകുന്ന വഴി കെഞ്ചോ ഷിസൂക്കയോട് ചോദിക്കും, നിങ്ങൾ അത്രയും ആൾക്കാർ ആ ബസ്സും പിടിച്ചിട്ട് എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരുന്നത്? അതും ഇങ്ങനെ സോംബികൾ നടമാടുന്ന സ്ഥലത്തൂടെ. കടലോരത്തുള്ള ഒരു അക്യൂറിയത്തിൽ നിന്നും ഞങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടി. സോംബി അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടാൻ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ടെന്നും സർവൈവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ആ അക്യൂറിയത്തിലേക്ക് എത്തിച്ചേരണമെന്നുമായിരുന്നു ആ മെസ്സേജ്. സോ ഞങ്ങളെല്ലാം അങ്ങോട്ടേക്ക് പുറപ്പെട്ടതാണ് എന്ന് ഷിസൂക്ക മറുപടി പറയുന്നു. അതായത് അക്കീരയും കെഞ്ചോയും പോകാൻ തീരുമാനിച്ച അതേ അക്യൂറിയത്തിലേക്കാണ് നായികയും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ അക്കീര വളരെ സന്തോഷത്തോടെ നമ്മളും അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നീ ഞങ്ങളോടൊപ്പം തന്നെ വന്നോളൂ എന്ന് അവളോട് പറയുന്നു. അവൾക്ക് അവരോടൊപ്പം പോവുകയല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെയാണ് പുള്ളിക്കാരി അവരോടൊപ്പം യാത്ര ചെയ്യുന്നത്. അല്പസമയത്തിന് ശേഷം തന്റെ പേര് ഷിസൂക്ക എന്നാണെന്നും ഞാനായിരുന്നു ആ സിറ്റുവേഷനിലെങ്കിൽ ഒരിക്കലും നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കില്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ നോക്കത്തേ ഉള്ളായിരുന്നു, നിങ്ങൾ എന്തിനാണ് എന്നെ സഹായിക്കാൻ ശ്രമിച്ചത് എന്ന് ഷിസൂക്ക അക്കീരയോട് ചോദിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു സൂപ്പർ ഹീറോ ആവണം, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പോയി സഹായിക്കും, അങ്ങനെ ഞാനൊരു സൂപ്പർ ഹീറോ ആയി മാറും എന്ന് അക്കീര മറുപടി പറയുന്നു. പോകുന്ന വഴി അക്കീര അവിടെ ഇവിടെയെല്ലാം വണ്ടി നിർത്തി അവന്റെ ബക്കറ്റ് ലിസ്റ്റിലേക്ക് പുതിയ പുതിയ ആഗ്രഹങ്ങളൊക്കെ ചേർത്ത് അത് ഓരോന്നും ചെയ്തു തീർത്ത് ജീവിതം പറ്റുന്നത്രയും ആഘോഷിക്കുകയാണ് അക്കീര. സോംബി അറ്റാക്ക് ആരംഭിച്ചിട്ട് ഇന്നേക്ക് 7ാം ദിവസമാണ്. നമ്മുടെ അക്കീരക്ക് വെള്ളത്തിലിരുന്ന് യോഗ ചെയ്യണമെന്ന് എന്തോ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അവർ 3 പേരും ഒരു പുഴയുടെ നടുക്ക് സർഫിംഗ് ബോട്ടൊക്കെ കൊണ്ടുചെന്ന് അതിന് മുകളിൽ നിന്ന് യോഗ ചെയ്യുകയായിരുന്നു. നായിക ഇതൊക്കെ ഒരു താല്പര്യമില്ലാണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ നമ്മുടെ കെഞ്ചോയും അക്കീരയും ചെയ്യുന്ന ഓരോ കോമാളിത്തരങ്ങളൊക്കെ കണ്ട് അവൾക്ക് അവരുടെ കമ്പനി വളരെയധികം ഇഷ്ടപ്പെടുന്നു. എപ്പോഴും മുഖം തേനീച്ച ഊത്തിയ പോലെ ഇരിക്കുന്ന അവള് ഇവരുടെ കോമാളിത്തരങ്ങൾ കണ്ട് ചിരിക്കാൻ തുടങ്ങി. ഈ സോംബികളിൽ നിന്ന് രക്ഷപ്പെടുന്നത് മാത്രമല്ല ജീവിതം, മരിക്കുന്നതിന് മുമ്പ് ജീവിതം ആഘോഷിക്കണം, ഹാപ്പിയായി ജീവിച്ചു മരിക്കണം എന്ന് ഷിസൂക്കയും തീരുമാനിക്കുന്നു. അങ്ങനെ അവർ 3 പേരും ചേർന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. പാരാഗ്ലൈഡിങ്, ക്യാമ്പ് ഫയർ, അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഓരോന്നും അവർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 10ാമത്തെ ദിവസം അവർ ആ അക്യൂറിയത്തിനടുത്ത് എത്തിച്ചേരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ അക്യൂറിയത്തിന് മുന്നിൽ വെച്ച് അവരുടെ വാനിന്റെ ടയർ പഞ്ചറാവുന്നു. അതോടെ വണ്ടിയുടെ കൺട്രോൾ പോയി ക്രാഷ് ആവുന്നു. പാവ അക്കീര തല വാതിലിനിടിച്ച് അവന്റെ ബോധം പോയി. ആ റോഡിലാരോ ആണികൾ ഇട്ടിരുന്നു, അതുകൊണ്ടാണ് അവരുടെ ടയർ പഞ്ചറായത്. അക്കീരയ്ക്ക് ബോധം വന്ന് കണ്ണു തുറന്നപ്പോ തൊട്ടുമുന്നിൽ ദേ നിൽക്കുന്നു അവന്റെ ബോസ് കൊസുഗി. എന്റെ പൊന്നെ, എന്തൊരു ദുസ്വപ്നം എന്ന് പറഞ്ഞ അക്കീര വീണ്ടും കിടക്കാൻ പോകുന്നു. ഡാ, ഞാൻ സ്വപ്നല്ലടാ, ഇത് റിയലാണ് എന്ന് കൊസൂക്കി അവനോട് ദേഷ്യപ്പെടുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കൊസൂക്കിയും സംഘവും ഒരു അഡ്വർടൈസ്മെന്റ് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ അക്യൂറിയത്തിലേക്ക് എത്തുന്നത്. ആ സമയത്താണ് സോംബി അറ്റാക്ക് ഉണ്ടാവുന്നതും അവർ അവിടെ കുടുങ്ങി പോകുന്നതും. പിന്നീട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ ആവശ്യമായി വന്നപ്പോൾ കൊസൂഗിയാണ് സർവൈവേഴ്സിനെ റേഡിയോ സിഗ്നൽ വഴി മെസ്സേജുകൾ അയച്ച് ആ അക്യൂറിയത്തിലേക്ക് വരുത്തിച്ച് അടിമകളെ പോലെ അവരെ ജോലിയെടുപ്പിക്കുന്നത്. തുടക്കത്തിൽ അപ്പാർട്ട്മെന്റിൽ വെച്ചിട്ട് നമ്മുടെ അക്കീര ഗർഭിണിയായ ഒരു സ്ത്രീയെയും അവളുടെ ഭർത്താവിനെയും കണ്ടിരുന്നില്ലേ, അവർ മരിച്ചിരുന്നില്ല, അവരും ഇപ്പോ ഈ അക്യൂറിയത്തിലാണുള്ളത്. അവർ ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ അക്കീരയ്ക്ക് ഭയങ്കര സന്തോഷമായി. എങ്കിലും കെഞ്ചോയും ഷിസൂക്കയും അവിടെ പട്ടിയെ പോലെ പണിയെടുക്കുന്നത് കണ്ട് അക്കീരയ്ക്ക് ദേഷ്യം വരുന്നു. അവരോട് സംസാരിക്കാനായി അക്കീര അങ്ങോട്ടേക്ക് പോകാൻ നോക്കിയപ്പോ കൊസൂഗി അവന്റെ ഷർട്ട് പിടിച്ച് വലിക്കുന്നു. നീ എവിടേക്കാടാ, അങ്ങോട്ടേക്ക് പോന്ന് വാ, ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കൊസൂഗി അവനെയും കൂട്ടി പുറത്തേക്ക് പോകുന്നു. അവിടെ ഒരു പറ്റം സോംബികളെ കൊസൂഗി അടച്ചു വെച്ചിരുന്നു. അത് കണ്ട് അക്കീര അന്തം വിട്ടുപോയി. ഇവറ്റുകളെ എന്തിനാണ് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നതെന്ന് അവൻ കൊസൂഗിയോട് ചോദിക്കുന്നു. നമ്മുടെ ഷെൽട്ടറിനുള്ളിലേക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് നമ്മുടെ ഭക്ഷണമോ മറ്റോ അടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചാലും ഈ സോംബികൾ അവറ്റകളെ കടിച്ച് കീറും. ആരും ഇതിനകത്തേക്ക് കടക്കാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡായിട്ടാണ് ഇവറ്റകളെ ഞാൻ ഉപയോഗിക്കുന്നത്. മനുഷ്യനായാലും സോംബിയായാലും നമ്മൾ പറയേണ്ട പോലെ പറഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി പണിയെടുക്കും എന്ന് കൊസൂഗി മറുപടി പറയുന്നു. എവിടെ നിന്നാണോ താൻ രക്ഷപ്പെടാൻ ശ്രമിച്ചത് അവസാനം അവിടേക്ക് തന്നെ എത്തിച്ചേർന്നല്ലോ എന്നോർത്ത് അക്കീരയ്ക്ക് വളരെയധികം വിഷമമാവുന്നു. ഇതേസമയം പുറത്തുനിന്നും ഒരു ട്രക്ക് അവിടേക്ക് വന്ന് ഉള്ളിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഹോൺ അടിക്കുന്നു. ഉടനെ കൊസൂഗിയുടെ ജോലിക്കാരിലൊരുത്തൻ ഒരു സ്പീക്കർ കൊണ്ടുവന്ന് ഭയങ്കര ശബ്ദമുണ്ടാക്കുന്നു. ഉടനെ തന്നെ സോംബികളെല്ലാം ചേർന്ന് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോകുന്നു. അതോടെ ആ ട്രക്ക് സേഫ് ആയിട്ട് ഉള്ളിലേക്ക് വരുന്നു. ഇതൊക്കെ കണ്ട് നമ്മുടെ അക്കീര എനിക്കിവിടെ താമസിക്കാൻ താല്പര്യമില്ല എന്ന് കൊസൂഗിയോട് പറയുന്നു. നീ ഇവിടുന്ന് പുറത്തുപോയാൽ ഒരുപക്ഷെ നീ സർവൈവ് ചെയ്യായിരിക്കും, പക്ഷെ അതുപോലെ നിന്റെ കൂട്ടുകാരനും കൂട്ടുകാരിക്കും ഒന്നും പറ്റിയെന്ന് വരില്ല. ഇനി അവരെ നീ ഇവിടെ ആക്കിയിട്ട് പോയാൽ നീ പോയ ഉടനെ തന്നെ അവറ്റകളെയും ഞാൻ ചവിട്ടി പുറത്താക്കും എന്ന് കൊസൂഗി അവനെ ഭീഷണിപ്പെടുത്തുന്നു. അതോടെ തന്റെ കൂട്ടുകാർക്ക് വേണ്ടി അവിടെ തന്നെ താമസിക്കാമെന്ന് അകീര തീരുമാനിക്കുന്നു. ശേഷം അവിടെയുള്ള എല്ലാവർക്കും ഭക്ഷണം നൽകുന്നു. പക്ഷെ അന്തേവാസികൾക്കെല്ലാം വളരെ കുറച്ച് ഭക്ഷണം മാത്രം നൽകി ബോസും ടീമും വെട്ടി വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അകീരയെ അവന്റെ കൂടെ നിർത്തിയിട്ട് അടിമയെ പോലെ ജോലി ചെയ്യിപ്പിക്കുകയാണ് ആ തെണ്ടി കൊസൂഗി. ഇത് കണ്ട് കെഞ്ചോയ്ക്ക് സഹിച്ചില്ല. ദേഷ്യം വന്ന അവൻ കൊസൂഗിയെ 2 പൊട്ടിക്കുന്നതിന് വേണ്ടി ചാടി എഴുന്നേൽക്കുന്നു. പക്ഷെ ആ സമയത്ത് ആ ഗർഭിണി പെണ്ണിന്റെ ഭർത്താവ് അവനെ തടയുന്നു. നീ അയാളെ എതിർത്ത് കഴിഞ്ഞാൽ ഞങ്ങളെ കൂടി അവൻ ഇവിടുന്ന് അടിച്ചിറക്കി വിടും, ഈ അവസ്ഥയിൽ ഇതിനുള്ളിൽ തന്നെ കഴിയുന്നതാണ് നമുക്ക് സേഫ് എന്ന് അയാൾ കെഞ്ചോയോട് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് അവനും തോന്നുന്നു. ശേഷം എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ആ പുള്ളിക്കാരൻ കെഞ്ചോയെയും ഷിസൂക്കയെയും കൂട്ടി പുറത്തേക്ക് പോകുന്നു. അവർ പോകുന്ന വഴി ഒരു വലിയ അക്യൂറിയത്തിൽ ഒരു യമണ്ടൻ സ്രാവ് നീന്തി തുടിക്കുന്നത് കാണിക്കുന്നു. അവർ രണ്ടുപേരെയും വെളിയിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇവിടെയുള്ള എല്ലാവരുടെയും കാറ് ദാ ഇവിടെയാണുള്ളത്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ ഇത് ഉപയോഗിച്ചോളൂ എന്ന് അയാൾ കെഞ്ചോയോട് പറയുന്നു. അങ്ങനെ കെഞ്ചോ അവർ വന്ന വാനിന്റെ അടുത്തേക്ക് പോയിട്ട് പഞ്ചറായ അതിന്റെ ടയർ മാറ്റാമെന്ന് തീരുമാനിക്കുന്നു. ഇതേസമയം മറ്റൊരിടത്ത് ആ
അക്വേറിയത്തിലേക്കുള്ള ഭക്ഷണവും മറ്റ് സാധനങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന ഒരു സപ്ലൈ വാൻ ലോഡ് കയറ്റി പുറപ്പെടാൻ തയ്യാറെടുക്കുകയാണ്. ആ സമയത്ത് അതിന്റെ ഡ്രൈവർ ഒരു സിഗരറ്റ് വലിക്കാൻ മാറി നിൽക്കുന്നു. ആ സമയത്ത് ഒരു സോംബി ആ വാനിനുള്ളിലേക്ക് കയറി പോകുന്നു. ആ ഡ്രൈവർ പൊട്ടൻ ഇത് അറിഞ്ഞതുമില്ല. അങ്ങനെ അല്പസമയത്തിന് ശേഷം ആ ഡെലിവറി വാൻ സോംബികളുള്ള ആ കൂട് വഴി അക്വേറിയത്തിനുള്ളിലേക്ക് വരുന്നു. വാനിനുള്ളിൽ സോംബിയുള്ളത് അറിയാതെ ഡ്രൈവർ പോയി അതിന്റെ വാതിൽ തുറന്നതും ആ സോംബി ചാടി വീണ് അവന്റെ കൊരവള്ളി കട്ടിച്ചു പൊട്ടിക്കുന്നു. അവന്റെ നിലവിളി കേട്ട് അവിടെ ഉണ്ടായിരുന്ന സകല സോംബികളും അങ്ങോട്ടേക്ക് പാഞ്ഞെടുത്തു. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റികളെ എല്ലാം കടിച്ച് കീറി ആ സോംബികൾ അക്വേറിയം ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറുന്നു. എല്ലാം കൂടി ആ ടാങ്കിനുള്ളിലേക്ക് വീഴുന്നു. അതിനുള്ളിലാണ് ആ വലിയ സ്രാവ് ഉണ്ടായിരുന്നത്. ഉള്ളിൽ വീണത് സോംബിയാണോ മനുഷ്യനാണോ എന്ന് നോക്കാതെ ആ സ്രാവ് അവറ്റകളിൽ കുറെ എണ്ണത്തിന് വിഴുങ്ങുന്നു. മറുവശത്ത് കെഞ്ചോയും ഷിസൂക്കയും അക്കീരയും കൂട്ടി പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ വണ്ടി ശരിയാക്കിയെന്നും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഇവിടെ നിന്ന് പോകാമെന്നും പറയുന്നു. വേണ്ട, അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, ഇവിടെ നിൽക്കുന്നതാണ് സേഫ്, കഴിക്കാൻ ഭക്ഷണവും താമസിക്കാൻ സ്ഥലവുമുണ്ട് എന്ന് നിസ്സഹായതയോടെ മറുപടി പറഞ്ഞിട്ട് അക്കീര അവിടെ നിന്നും പോകുന്നു. ഷിസൂക്കയും കെഞ്ചോയും അത് കേട്ട് അമ്പരന്ന് പോയി. ഷിസൂക്ക വിഷമത്തോടെ ആ വാനിനുള്ളിൽ കയറിയിരിക്കുന്നു. ആ സമയത്ത് അവൾക്ക് അക്കീരയുടെ ബക്കറ്റ് ലിസ്റ്റ് ബുക്ക് കിട്ടുന്നു. ഉടനെ തന്നെ അവൾ അതുമെടുത്ത് അക്കീരയുടെ അടുത്തേക്ക് ചെന്ന് അവനെ അത് കാണിച്ച് മോട്ടിവേറ്റ് ചെയ്യുന്നു. ആദ്യമൊക്കെ ഞാനും ചിന്തിച്ചിരുന്നത് ഈ സോംബികളിൽ നിന്ന് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിച്ചാൽ മതിയെന്നായിരുന്നു. പക്ഷേ നിന്നോടൊപ്പം ചേർന്നതിന് ശേഷമാണ് അതുമാത്രമല്ല ജീവിതമെന്ന് മനസ്സിലായത്. ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞതും അതിനുശേഷമാണ്. നിന്റെ ജീവിതത്തിലെ ആ സന്തോഷങ്ങളെല്ലാമാണ് നീ ഇവിടെ ഉപേക്ഷിക്കാൻ പോകുന്നത് എന്ന് അവൾ അക്കീരയോട് പറയുന്നു. ഇത് കേട്ടു നിൽക്കുകയായിരുന്ന കൊസൂഗി അവളുടെ കയ്യിൽ നിന്നും ആ പുസ്തകം വാങ്ങി നിലത്തിട്ട് ചവിട്ടിയുരയ്ക്കുന്നു. അക്കീര ആ സമയത്ത് താൻ ഓഫീസിൽ കിടന്ന് കഷ്ടപ്പെട്ടതും അവനുണ്ടായ ഓരോ വിഷമങ്ങളും കൊസൂഗിയുടെ ടോർച്ചറുകളും എല്ലാം കൺമുന്നിലേക്ക് വരുന്നു. ഉടനെ തന്നെ അവൻ കൊസൂഗിയെ തള്ളി താഴെയിട്ട് അവന്റെ ബക്കറ്റ് ലിസ്റ്റ് ബുക്ക് എടുക്കുന്നു. എനിക്ക് തന്റെ ഓഫീസിലെ ജോലി വേണ്ടോ, ഞാനത് രാജിവെക്കുന്നു എന്ന് കൊസൂഗിയോട് ധൈര്യത്തോടെ പറഞ്ഞിട്ട് അക്കീര തന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോഴേക്കും സോംബികൾ ചറപറ അങ്ങോട്ടേക്ക് ഓടി വരാൻ തുടങ്ങി. കൊസൂഗി അവന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെ ആ സോംബികളുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്നും ഓടിപ്പോകുന്നു. അവരെ സോംബികൾ കടിക്കാതെ നമ്മുടെ അക്കീര രക്ഷപ്പെടുത്തുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൂട്ടി അക്കീരയും സംഘവും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. കൊലവെറിയോടെ സോംബികളും അവർക്ക് പിന്നാലെ ഓടുന്നു. ഓടി ഓടി കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ കൂടി ആ സോംബികളുടെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് അവരൊരു ഹാളിലേക്ക് എത്തുന്നു. അവിടെ കൊസൂഗിയും അവന്റെ കൂട്ടാളിയും ഉണ്ടായിരുന്നു. കെഞ്ചോ അവനെ കണ്ട ഉടനെ തന്നെ അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നീയൊക്കെ മനുഷ്യൻ തന്നെയാണോ, കൂടെയുള്ളവരെ കൊലക്കൊടുത്ത് രക്ഷപ്പെടാൻ നോക്കുന്നോടാ എന്ന് ദേഷ്യപ്പെട്ട് കൊസൂഗിക്കിട്ട് പെരുക്കുന്നു. പൊടുന്നനെ ആ സ്ഥലം മുഴുവൻ കുലുങ്ങാൻ തുടങ്ങി. എന്താണെന്ന് മനസ്സിലാവാതെ എല്ലാവരും സ്തബ്ധരായി നിൽക്കുകയാണ്. ആ സ്രാവും സോംബിയായി മാറിയിരിക്കുകയാണ്. അത് കണ്ട് എല്ലാവരും അലറിക്കരയുന്നു. അപ്പോൾ ഷിസൂക്ക എല്ലാവരോടുമായിട്ട് പറയും, ആരും പേടിക്കാതിരിക്കുക, അതൊരു കടൽ ജീവിയാണ്, അതിന് കരയിൽ അധികം നേരം നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട. അതോടെ എല്ലാവർക്കും സമാധാനമാവുന്നു. അവിടെയാണ് ഒരു ട്വിസ്റ്റ്. ആ സ്രാവിന്റെ വയറ് പൊളന്ന് ആ സ്രാവ് തിന്നു തീർത്ത സോംബികളുടെ എല്ലാം കാലുകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ തന്നെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ സ്രാവ് കരയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. പണ്ട് ഫിലോമിന ചേച്ചി പറഞ്ഞിട്ടില്ലേ, ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ 1000 കൈകളുള്ള ഭീകര സത്വമായി സുഭദ്ര എന്ന്, അതുപോലെ ആ സ്രാവ് അവർക്ക് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. അത് കണ്ടതും അവിടെയുള്ള എല്ലാവരും അലറിക്കരഞ്ഞുകൊണ്ട് ഓടാൻ തുടങ്ങി. ദാണ്ടെ ചുമരും പൊളിച്ച് സ്രാവ് മുന്നിൽ. അവരെ നോക്കി ആ സ്രാവ് അലറാൻ തുടങ്ങി. അതോടെ ഓടി വന്ന ആൾക്കാരെല്ലാം യൂട്ടേൺ അടിച്ച് തിരികെ ഓടുന്നു. കൊസൂഗി മാത്രം ഓടുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ബുൾഡോസറിന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുന്നു. ബാക്കിയുള്ള എല്ലാവരും ഓടി ഒരു ഹാളിലേക്ക് കയറി വാതിലടയ്ക്കുന്നു. ആ സോംബി സ്രാവാവട്ടെ ആ വാതിൽ തള്ളി തുറക്കുന്നതിന് വേണ്ടി അതിന് പോയി ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കൊസൂഗി വളരെ സാവധാനത്തിൽ ആ വണ്ടിയുടെ പിന്നിൽ നിന്നും എഴുന്നേറ്റ് മറ്റൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവന്റെ കൈ വണ്ടിയുടെ കമ്പിയിൽ തട്ടി ശബ്ദമുണ്ടാവുന്നു. ശബ്ദം കേട്ട സ്രാവ് സോംബി കൊസൂഗിയുടെ നേരെ തിരിയുന്നു. ഇതേ സമയം ഹാളിനുള്ളിലാവട്ടെ അക്കീരയ്ക്ക് കൊസൂഗി അവിടെ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായി. അയാൾ പുറത്തുണ്ടാവുമെന്നും എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണമെന്നും പറഞ്ഞ് അക്കീര പുറത്തേക്ക് പോകാൻ തയ്യാറാവുന്നു. നിന്നെയൊക്കെ അടിമയെ പോലെ കണ്ട് അവനെ പോയി രക്ഷിക്കാൻ എനിക്കെന്താ പ്രാന്തുണ്ടോ, അത് അയാളുടെ വിധിയാണ് എന്ന് പറഞ്ഞ് കെഞ്ചോ അവനെ തടയുന്നു. പക്ഷേ അക്കീര കൂട്ടാക്കിയില്ല. അവൻ പുറത്തേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. നമ്മുടെ കെഞ്ചോയും അക്കീരയും ആ അക്വേറിയത്തിലേക്ക് വന്നത് ഒരു സൂപ്പർ ഹീറോ സ്യൂട്ട് അന്വേഷിച്ചിട്ടല്ലേ. ആ സ്രാവ് കടിച്ചാൽ പോലും ഒന്നും പറ്റാത്ത സ്യൂട്ട്, അത് അവരിപ്പോ ഉള്ള ആ റൂമിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പുറത്തേക്ക് പോകാൻ നോക്കിയ അക്കീരയെ കെഞ്ചോ അത് കാണിച്ചു കൊടുക്കുന്നു. നീ പുറത്തേക്ക് പോയിക്കോളൂ, പക്ഷേ സൂപ്പർ ഹീറോകളെല്ലാം ഒരു സ്യൂട്ട് ധരിക്കാറില്ലേ, ഇത് ധരിച്ചിട്ട് പോ എന്ന് കെഞ്ചോ പറയുന്നു. കൊസൂഗി അത്രയധികം ദ്രോഹിച്ചിട്ടും അവനെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയ അക്കീരയെ എല്ലാവരും ബഹുമാനത്തോടെ നോക്കുന്നു. അക്കീര അവന്റെ ബക്കറ്റ് ലിസ്റ്റിൽ എഴുതിയതുപോലെ അവർക്ക് മുന്നിൽ അവൻ ഒരു സൂപ്പർ ഹീറോയായി മാറി. മറുവശത്ത് കൊസൂഗി മരണം മുന്നിൽ കണ്ട് ആ സ്രാവിന് മുന്നിൽ നിസ്സഹായതയോടെ നിൽക്കുകയാണ്. ചീഫ് കൊസൂഗി, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം, നിങ്ങൾ സേഫാണ് എന്ന് സൂപ്പർ ഹീറോ ഗെറ്റപ്പിൽ അക്കീര കൊസൂഗിയോട് പറയുന്നു. അപ്പോഴേക്കും താഴെ വീണ സോംബി സ്രാവ് എഴുന്നേറ്റ് അക്കീരയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അവൻ അതിനോട് പോരടിക്കുകയാണ്. പക്ഷെ അത് കണ്ട കൊസൂഗിയാവട്ടെ അക്കീരയെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടുന്നു. ആ കാലമാടൻ ഓടിച്ചെന്ന് പുറത്തേക്കുള്ള വാതിൽ തുറന്നതും അവിടെ നിന്നും ഒരു കൂട്ടം സോംബികൾ അങ്ങോട്ടേക്ക് ചാടി വീഴുന്നു. അതോടെ ആ കാട്ടുമാക്കൻ വീണ്ടും നിലവിളിച്ചുകൊണ്ട് എതിർദിശയിലേക്ക് ഓടി. ഓടുന്നതിനിടയിൽ ആ ക്നാപ്പൻ നമ്മുടെ അക്കീരയോട് ആ സ്രാവിനെ നന്നായിട്ട് മുറുക്കെ പിടിച്ചേക്കണേ എന്ന് വിളിച്ചു പറയുന്നു. ഊളത്തണ്ടി എന്ന് അവന് സഹായിച്ചൂടെ? അതില്ല. അപ്പോഴേക്കും നമ്മുടെ കെഞ്ചോ ഒരു വലിയ
ബുൾഡോസറും ഓടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നു. അക്കീര, നീ ബാക്കിയുള്ളവരുടെ കാര്യം നോക്ക്, ഇതിനെ ഞാൻ നോക്കിക്കോളാം എന്ന് കെഞ്ചോ അക്കീരയോട് വിളിച്ചു പറയുന്നു. അക്കീര ആ സ്രാവിനെ തള്ളി മാറ്റി ബാക്കിയുള്ളവരെ രക്ഷിക്കുന്നതിനായി ഓടുന്നു. കെഞ്ചോ ആ ബുൾഡോസർ ഓടിച്ചു വന്ന് ആ സോംബി സ്രാവിന്റെ മേലേക്ക് ഇടിച്ചു കയറ്റുന്നു. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. ആ സോംബി സ്രാവിന് ആ ബുൾഡോസറൊക്കെ വെറും ജുജുബി മാറ്റർ. അതോടെ കെഞ്ചോ ആ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടി. സ്രാവ് അവന്റെ പിന്നാലെ ഓടുന്നു. ഒരു കോറിഡോറിലെത്തിയപ്പോൾ കെഞ്ചോ അവിടെ ചുമരിൽ ചെറിയൊരു ദ്വാരം കാണുന്നു. അവൻ വേഗം തന്നെ അതിലേക്ക് ചാടിക്കയറാൻ ശ്രമിക്കുന്നു. തലനാരിഴയ്ക്ക് കെഞ്ചോ രക്ഷപ്പെടുന്നു. ഇതേസമയം മറുവശത്ത് നമ്മുടെ അക്കീര ആ കൂതറ കൊസൂഗിയെ ആക്രമിക്കുന്ന സോംബികളെ അടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കാലനാവട്ടെ അക്കീരയെ ഒന്ന് സഹായിക്കുക പോലും ചെയ്യാതെ അവിടെ ഒളിച്ചിരിക്കുന്നു. ആ സോംബികളുടെ ഇടയിൽ ഏറെ നേരം പിടിച്ചു നിൽക്കാൻ അക്കീരയ്ക്ക് സാധിച്ചില്ല. ആ സോംബികളെല്ലാം കൂടി അവന്റെ മേലെ വീണ് അവനെ കടിച്ച് പറിക്കാൻ തുടങ്ങി. എടോ ഉള്ള സോംബികളെ നിങ്ങൾ ഇങ്ങനെ കടിച്ചു പറിച്ചിട്ട് ഒരു കാര്യമില്ല, നിങ്ങളുടെ പല്ല് പോകുന്നല്ലാണ്ട് ഈ സ്യൂട്ട് അങ്ങനെയുള്ളതാണ്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് അക്കീര വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ സോംബികളുണ്ട് അത് കേൾക്കും വിടുകയും ചെയ്യുന്നു. അവറ്റകൾ അവനെ കടിച്ച് പറിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സംഗതിയായിട്ട് നിങ്ങൾ കടിക്കുമ്പോൾ അക്കീരയുടെ ദേഹം മുറിയുന്നൊന്നും പക്ഷെ എന്നാലും അവറ്റകളുടെ പല്ല് കൊള്ളുമ്പോഴുള്ള വേദന ഉണ്ടല്ലോ, അത് അസഹനീയമായിരുന്നു. പാവം വേദന കൊണ്ട് അവൻ കരയാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ ഷിസൂക്കയുടെ മാസ് എൻട്രി. കയ്യിൽ 2 മൈക്കും പിടിച്ച് അതിലേക്ക് മൊബൈൽ കണക്ട് ചെയ്ത് പാട്ടും വെച്ചുകൊണ്ട് അവൾ അവിടേക്ക് വന്നു നിൽക്കുന്നു. ശബ്ദം കേട്ടതും സോംബികളെല്ലാം അക്കീരയെ ഉപേക്ഷിച്ച് അവൾക്ക് നേരെ തിരിഞ്ഞു. കൊല വെറിയോടെ ആ സോംബികൾ ഓരോന്നും അവൾക്ക് നേരെ ചീറി പാഞ്ഞു. അങ്ങനെ ആ സോംബികളെല്ലാം ഒന്നിനു പിന്നാലെ ഒന്നായി ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ശേഷം സിസൂക്ക അക്കീരയും കൂട്ടി അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴേക്കും കെഞ്ചോയും അവിടേക്ക് എത്തുന്നു. താൻ ആ സ്രാവിനെ തളച്ചുവെന്നും പറഞ്ഞ് അവൻ ചുമരിലേക്ക് കാണിക്കുന്നു. അവിടെ അവന്റെ പിന്നാലെ ചാടിയ ആ സ്രാവ് അതിനുള്ളിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. അത് കണ്ട് അവർ 3 പേരും പരസ്പരം അഭിനന്ദിച്ചുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്നു. അപ്പോഴത് ഒളിച്ചിരുന്ന കൊസൂഗി ധൈര്യത്തോടെ അങ്ങോട്ടേക്ക് വന്നിട്ട് വെൽഡൺ ഗായ്സ്, നിങ്ങൾ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ മുന്നിൽ ഷോ ഇറക്കാൻ തുടങ്ങി. അതോടെ ആ ക്നാപ്പന്റെ ബോധം പോയി. അക്കീര ഓടിച്ചെന്ന് കൊസൂഗിയെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴോ ദാണ്ടെ ആ സോംബി സ്രാവ് നമ്മുടെ അക്കീരയുടെ മേലേക്ക് ചാടി വീഴുന്നു. അക്കീര കഷ്ടപ്പെട്ട ആ സ്രാവിനെ തടഞ്ഞുവെങ്കിലും അവന്റെ കൈ അതിന്റെ വായ്ക്കുള്ളിൽ കുടുങ്ങിപ്പോയി. അതോടെ ആ സോംബി സ്രാവ് നമ്മുടെ അക്കീരയെ അറഞ്ചം പുറഞ്ചം തൂക്കി വീശാൻ തുടങ്ങി. ആ സമയത്ത് ഷിസൂയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നു. സ്രാവിന്റെ മസ്തിഷ്കത്തിൽ വളരെ സെൻസിറ്റീവായ ഒരു ഭാഗമുണ്ട്. അതുപയോഗിച്ചാണ് സ്രാവ് ഇരയെ കണ്ടെത്തുന്നതും പിടിക്കുന്നതും. ആ ഭാഗത്ത് ഇലക്ട്രിക് ഷോക്ക് നൽകിയാൽ ആ സ്രാവ് അതോടെ തീരും എന്ന് കെഞ്ചോയോട് പറഞ്ഞ് അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ടോർച്ചിലെ ബാറ്ററികൾ ഊരിയെടുത്ത് ഒരുമിച്ച് പ്ലാസ്റ്റർ ചെയ്യുന്നു. അക്കീരയുടെ സ്യൂട്ട് സ്റ്റീലായതിനാൽ അത് ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യും. പക്ഷെ ഇതെങ്ങനെ അവന്റെ കയ്യിലെത്തിക്കുമെന്ന് സംശയിച്ചിരുന്ന ഷിസൂക്കയുടെ കയ്യിൽ നിന്നും ആ ബാറ്ററി വാങ്ങി ഇത് ഞാൻ അവനെ ഏൽപ്പിച്ചോളാം എന്ന് കെഞ്ചോ പറയുന്നു. അക്കീര, കെഞ്ചോ എറിഞ്ഞു തരുന്ന ബാറ്ററി പിടിച്ച് ആ സ്രാവിന്റെ മൂക്കിനിട്ട് തന്നെ പെരുക്കണം എന്ന് ഷിസൂക്ക അക്കീരയോട് വിളിച്ചു പറയുന്നു. അതെന്തിനാ മൂക്കിന് തന്നെ ഇടിക്കുന്നത്? ആദ്യം പറയുന്നേ, എക്സ്പ്ലനേഷനൊക്കെ ഞാൻ പിന്നെ തരാം. ഒരുപക്ഷെ ഇത് മാത്രമായിരിക്കാം അതിനെ തോൽപ്പിക്കാനുള്ള മാർഗം എന്നവൾ മറുപടി പറയുന്നു. ഓക്കെ. ആ സോംബി സ്രാവ് അക്കീരയെ കടിച്ചു കുതറാൻ അവനെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ കെഞ്ചോ ആ ടോർച്ചെടുത്ത് സ്രാവിനെ എറിഞ്ഞ് എന്റെ അടുത്തേക്ക് വാടാ എന്ന് അലറുന്നു. അതോടെ സ്രാവ് കെഞ്ചോയെ നോക്കി വരുന്നു. കെഞ്ചോ, ബാറ്ററി എറി എന്ന് അക്കീര വിളിച്ചു പറയുന്നു. സ്രാവാവട്ടെ കെഞ്ചോയെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ കെഞ്ചോയ്ക്ക് പഴയ റഗ്ബി മാച്ച് ഓർമ്മ വരുന്നു. അന്ന് ടെൻഷൻ കാരണം ബോൾ അക്കീരയ്ക്ക് പാസ് ചെയ്യാൻ അവന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ടായിരുന്നു കളി തോറ്റത്. ഇന്നും അതുപോലെ ഒരു അവസ്ഥയിലാണ് അവർ. ഒരു നിമിഷം കെഞ്ചോ വിറങ്ങലിച്ച് നിന്നുപോയി. ഉടനെ നൈസ് പാസ് എന്ന് അക്കീര സന്തോഷത്തോടെ വിളിച്ചു പറയുന്നു. പക്ഷേ തന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ കൊന്ന സ്രാവിനോടുള്ള സകല ദേഷ്യവും ആവാഹിച്ച് അക്കീര അലറുന്നു. അതോടെ സോംബി സ്രാവ് അക്കീരയുടെ നേരെ കുതിച്ചു. ആ ബാറ്ററികൾ കയ്യിൽ മുറുക്കെ പിടിച്ച് അക്കീര ആ സ്രാവിന് നേരെ കുതിച്ചു ചാടി. അങ്ങനെ സ്രാവ് ഇഹലോകവാസം വെടിഞ്ഞു. പാവം അക്കീര ഓടിച്ചെന്ന് കെഞ്ചോയുടെ ശവശരീരം കെട്ടിപ്പിടിച്ച് കരയുന്നു. ഞാൻ വെറുതെ ചത്തോലെ അഭിനയിച്ചതല്ലേ എന്ന് പറഞ്ഞ് കെഞ്ചോ പുഞ്ചിരിക്കുന്നു. അപ്പോഴാണ് അക്കീരയ്ക്കും ഷിസൂക്കയ്ക്കും ശ്വാസം നേരെ വീണത്. അടുത്ത ദിവസം രാവിലെ തന്നെ അവിടെ ബാക്കിയുണ്ടായിരുന്ന എല്ലാവരും സാധനവും പെട്ടിയും കിടക്കുകയൊക്കെ എടുത്ത് അവിടെ നിന്ന് സ്ഥലം വിടാൻ തയ്യാറാവുന്നു. ആ സമയത്ത് സ്രാവ് എടുത്തെറിഞ്ഞ നമ്മുടെ കൊസൂഗി അങ്ങോട്ടേക്ക് വരുന്നു. നിങ്ങളോട് ആരാ ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞത്? നിങ്ങൾക്ക് ജീവനോടെ ഇരിക്കണമെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവണം എന്ന് അവൻ എല്ലാവരോടും ദേഷ്യത്തോടെ അലർന്നു. ഭയന്ന് പറിച്ച് എത്ര കാലം ഇവിടെ ഇരിക്കാൻ പറ്റും? എന്ത് വന്നാലും നേരിടാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. അതുകൊണ്ട് ഞങ്ങൾ പുറത്തു പോവുക തന്നെ ചെയ്യും. തന്നെ കൊണ്ട് ഞങ്ങളെ തടയാൻ സാധിക്കില്ല. തന്നെ പോലെ ഒരു ഉളയുടെ കൂടെ ജോലിയെടുക്കാനും ഞങ്ങൾക്ക് വയ്യ എന്ന് എല്ലാവരും അവനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു. അവിടുന്ന് പുറപ്പെടാനൊരുങ്ങിയ അക്കീരയോട് നിന്നെ ഞാൻ ടീം ലീഡറാക്കാമെന്നൊക്കെ കൊസൂഗി വാഗ്ദാനം ചെയ്യുന്നു. എന്റെ ജീവിതം അതെന്താണെന്നും എങ്ങനെയായിരിക്കണമെന്നും ഞാൻ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് നിങ്ങളുടെ ജോലി ആവശ്യമില്ല. ഞാനിപ്പോൾ ആരുടെ ടീമാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം എന്ന് അക്കീര തന്റെ കൂട്ടുകാരെ നോക്കി പറയുന്നു. ശേഷം അവർ അവിടെ നിന്നും പുറപ്പെടുന്നു. അല്പദൂരം പോയതിനു ശേഷം അക്കീര വണ്ടി നിർത്തിയിട്ട് കൂട്ടുകാരോട് പറയും, ഇതുവരെ ഈ പുസ്തകത്തിൽ എന്റെ ആഗ്രഹങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ആഗ്രഹം കൂടി ചേർത്താലോ? അത് കേട്ടതും മറ്റു രണ്ടുപേരും എക്സൈറ്റഡ് ആയി. കെഞ്ചോയും ഷിസൂക്കയും അവരുടെ ആഗ്രഹങ്ങൾ ആ ബുക്കിൽ എഴുതി ചേർക്കുന്നു. എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഒരു നല്ല കൊമേഡിയൻ ആവണമെന്നായിരുന്നു കെഞ്ചോയുടെ ആഗ്രഹം. ഷിസൂക്കയ്ക്കോ ഒരുപാട് പേരെ സഹായിക്കുന്ന, ജീവൻ രക്ഷിക്കുന്ന ഒരു ഡോക്ടർ ആവാനും. അങ്ങനെ പുതിയ ബക്കറ്റ് ലിസ്റ്റുമായി ആ 3 ചങ്ങായിമാരും യാത്ര തുടരുന്നു. സിനിമയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക.
ചങ്ങായിമാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചേക്കണേ.